ഇന്ന് ഞാൻ എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്യാനാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് ക്രേസി ആയിട്ട് തോന്നാം, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നോളജ് തിയറീസോ വായിക്കുമ്പോൾ ഹ്യൂമൻ ലൈഫായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ തോന്നും അല്ലേ? അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ട്. സ്പേസിലെ ഗാലക്സീസ് തമ്മിൽ അകന്നു പോവാന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ? അതിന്റെ റീസൺ ഡിഫറെന്റ് ആയിരിക്കും. അതിൽ എനിക്കൊന്ന് അട്രാക്റ്റീവ് ആയി തോന്നിയത്, അതിൽ ചില സമയത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അകന്നു പോകുന്നത്, ഏതെങ്കിലും ഒരു ഗാലക്സിയോ ഒരു സ്റ്റാറോ. അപ്പൊ അതിങ്ങനെ അകന്നു പോകുമ്പോ അതിന്റെ ലൈറ്റ് സ്ട്രെച്ച് ആവും, അപ്പൊ അതിന്റെ വേവ് ലെങ്ത് കൂടും. അപ്പൊ പതുക്കെ അത് ഇറ്റ് ടേൺസ് ഇൻ ടു റെഡ്. അതായത് ഈ വേവ് ലെങ്ത് കുറഞ്ഞാവുമ്പോ അതിന് ബ്ലൂ ലൈറ്റ് ആയിരിക്കും. അത് അകന്നു പോകും തോറും, ഡിസ്റ്റൻസ് കൂടുന്തോറും അത് പതുക്കെ ഫെയ്ഡ് ആയി ടേൺസ് ഇൻ ടു റെഡ്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് ഈ ഡോപ്ലർ റെഡ് ഷിഫ്റ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ഹ്യൂമൻ ലൈഫിലോട്ടൊക്കെ കൊണ്ടുവന്ന ചില റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം അകന്നു പോയില്ലേ, ആ ഒരു സംഭവം. ഈ സെക്കൻഡ് സിറ്റുവേഷൻ ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. അതായത് യൂണിവേഴ്സ് തന്നെ എക്സ്പാൻഡ് ആവും, അതായത് സ്പേസ് തന്നെ എക്സ്പാൻഡ് ആവുമ്പോൾ ഈ ഗാലക്സീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും അല്ലെ. അതായത് ഒരു ബലൂണിൽ 2 ഡോട്ട് ഇട്ടിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരില്ലേ, അതുപോലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇത് ഒരു റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കി. ഇപ്പൊ ഹ്യൂമൻ ലൈഫിലായാലും ഒരു റിലേഷൻഷിപ്പ് അകന്നു പോകുമ്പോൾ അതൊരു ഡിസിഷൻ ബേസ്ഡ് ആവണമെന്നില്ല. ലൈഫ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് കൂട്ടിത്തരും. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം അവർ ജസ്റ്റ് ഡിസപ്പിയർ ആയി, അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയി എന്നല്ല. ദേ ജസ്റ്റ് ഡ്രിഫ്റ്റഡ് ഔട്ട് ഓഫ് യുവർ ഇമോഷണൽ യൂണിവേഴ്സ്. ഇപ്പൊ ഡോപ്ലർ റെഡ് ഷിഫ്റ്റ്, അതുപോലെ തന്നെ കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ്, ഞാൻ ഈ 2 തിയറിയും ഇവിടെ മെൻഷൻ ചെയ്ത് ജസ്റ്റ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. യൂണിവേഴ്സ് തന്നെ കോൺസ്റ്റന്റ് അല്ല, അത് തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നത്തിങ് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്, അല്ലെങ്കിൽ ചേഞ്ച് ഈസ് ദ ഓൺലി പെർമനന്റ് തിങ് ഇൻ ദ വേൾഡ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും വിധം അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോ ഹൗ വി ക്യാൻ എക്സ്പെക്ട് എൻ ഇമോഷണൽ പെർമനൻസ് ഫ്രം എ ഹ്യൂമൻ ഹാർട്ട്, ആൻഡ് വൈ ആർ യു എക്സ്പെക്ടിങ് എന്നുള്ളത് ഒരു ന്യായമായ ക്വസ്റ്റ്യൻ അല്ലേ.